നേന്ത്രപ്പഴം ഈ രീതിയിലും ആവിയിൽ വേവിക്കാന്ന് പഠിച്ച ദിവസമാട്ടോ ഇന്ന്. കുക്കറിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് അതിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാത്രം അതിലേക്ക് വെച്ച് ആ പാത്രത്തിലേക്ക് നേന്ത്രപ്പഴം വെച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്താൽ നേന്ത്രപ്പഴം നല്ല രീതിയിൽ വെന്ത് വരട്ടോ. അങ്ങനെ ഗോതമ്പിന്റെ പുട്ടുപൊടി കൊണ്ട് പുട്ടും ചുടാന്ന് വിചാരിച്ചു. അങ്ങനെ പൊടി കുഴച്ച് റെഡിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുട്ടു നോക്കുമ്പോൾ സംഭവം സൂപ്പർ ആട്ടോ. വേഗം കുറച്ച് കട്ടൻ ചായയും കഴിച്ച് അങ്ങനെ പഴം കൂട്ടി പുട്ടും തിന്ന് ചായയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ ഇനിയും സമയമുണ്ട്. എന്നാ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെജിറ്റബിൾ കുറുമയും നെയ്ച്ചോറും ആട്ടോ ഉണ്ടാക്കുന്നത്. കറിക്ക് ആവശ്യമായ കേരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, അതുപോലെ 2 പച്ചളും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും ഒരു സവാളയും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ഗ്രീൻ പീസ് നമ്മൾ ഫ്രോസൺ ആയിട്ടാണ് വാങ്ങിയത്. അതും കുറച്ച് വെള്ളത്തിൽ ഇട്ടേച്ച് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അത് ചൂടായപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചും പച്ചളും കറിവേപ്പിലയും അതിലേക്കിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് അതൊന്ന് വാടി വന്നപ്പോൾ വെജിറ്റബിളും അതിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെയും അതിലേക്കിട്ട് ആവശ്യത്തിലുള്ള വെള്ളവും ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെച്ച് ഇനി കറിയിലേക്ക് ഒഴിക്കാൻ തേങ്ങ അരച്ച് തുടങ്ങിയപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടില്ല എന്ന് ഓർമ്മയത്. അങ്ങനെ ഒരു 10 അണ്ടിപ്പരിപ്പും അതിലേക്കിട്ട് നല്ലോണം തേങ്ങ അരച്ചെടുത്തിട്ടോ. വെജിറ്റബിൾ ഹാഫ് വേവായപ്പം ഗ്രീൻ പീസും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് കറിയിലേക്ക് തേങ്ങയും ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ആക്കി അവിടെ മൂടി വെച്ച് എന്നിട്ട് വേഗം കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വറവിട്ട് കറിയിലേക്ക് ഒഴിച്ചപ്പം വെജിറ്റബിൾ കുറുമ സൂപ്പർ ആയിട്ടോ. അങ്ങനെ കുക്കറിൽ വേഗം കുറച്ച് നെയ്ച്ചോറും വെച്ച് ഇനി സമാധാനത്തിൽ ഡ്യൂട്ടിക്ക് പോവാലോ, ഉച്ചക്ക് വന്ന് കഴിച്ചാൽ മതി. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഡ്യൂട്ടിക്ക് പോവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.